നമ്മൾ ഭൂട്ടാനിലെത്തിയിരിക്കുന്നു ഗൈസ്. യെസ്, ഓഫ് ടു ഭൂട്ടാൻ. അങ്ങനെ നമ്മുടെ ഭൂട്ടാനിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ കൊച്ചി പോയി. കൊച്ചിയിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. റേനയുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ നിന്ന് ബാഗ്ഡോഗ്രയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാറിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ റേനയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതേപോലെ റേനയുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ്. ഇതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബാഗ്ഡോഗ്രയിലേക്ക് കയറി. നമ്മൾ ഫൈനലി ബാഗ്ഡോഗ്ര എത്തി. നമ്മൾ എവിടെയാണ്? വി ആർ അറ്റ് വെസ്റ്റ് ബംഗാൾ ഗൈസ്. ഏകദേശം ഒരു 6 hours ലോങ് ഡ്രൈവ് ആയിരിക്കും. ഇവിടുന്ന് കാറിലാണ്. ഏറ്റവും ബാക്ക് സീറ്റ് തന്നെ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും ഛർദ്ദിക്കുന്നവരായതാണ്. എല്ലാവരും ഫ്രണ്ടിലാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം ടയേർഡാണ്. രാവിലെ വെളുപ്പിനെ കയറിയതാ, ഉറക്കം ശരിയായിട്ടില്ല. നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതിപ്പോൾ നമ്മുടെ നോർമൽ കാഴ്ചകളാണ്. ഭയങ്കര രസമുള്ള കാഴ്ചകൾ പറയാനായിട്ടൊന്നും എത്തിയിട്ടൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഇരിക്കുന്ന ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞു നോക്കി അവരെല്ലാം ഛർദ്ദിക്കും. ഞാൻ തിരിഞ്ഞു നോക്കി. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. വെറൈറ്റി ഓട്ടോസാണ്. നമ്മളിവിടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റോ എന്താ കഴിക്കാൻ, ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ എത്തി. പുള്ളിക്കാരൻ ഇവിടെ നിർത്തി. ഇവിടെ നിന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. വെസ്റ്റ് ബംഗാളിലെ സ്പെഷ്യൽ അല്ലാന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഏകദേശം ചത്ത് ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും അവേഴ്സ്. എൻ്റെ ലിപ്സ്റ്റിക് എന്താ പോലെ ഒരു പ്രശ്നവുമില്ല ലിപ്സ്റ്റിക്കിന്. നമ്മൾ കുറേ അവേഴ്സ് ജേണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടി വെസ്റ്റ് ബംഗാളിൽ ഒരു വിശന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നോൺ വെജ് ഒക്കെ ഫസ്റ്റ് ഫ്ലോർ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. നോക്കിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടെ ഇൻട്രസ്റ്റിംഗ്. ഇവിടുത്തെ ഫുഡ് പാടി കഴിഞ്ഞാൽ ട്രാവൽ സൂപ്പർ ആയിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര റിവ്യൂ ഇല്ലേ? അല്ല, ഇവിടെ ഭയങ്കര റിവ്യൂ ഇല്ലേ? നമ്മൾ റിവ്യൂ നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ല ക്ലീനും ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, എല്ലാം ഭയങ്കര ക്ലീനാണ്. അതെ, കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇത് സൂപ്പർ ആണെങ്കിൽ ഈ വഴി പോകുന്നവർക്ക് ഇവിടെ വന്നിട്ട് സുഖമായിട്ട് കഴിക്കാം. യാ, ലെറ്റ്സ് സീ. പനീർ പൊറോട്ട, ഗോബി പൊറോട്ട. ഓക്കെ, ഗോബി എത്തി, പനീറും എത്തി. നൈസ്. ആലു പൊറോട്ട വലിയ കുഴപ്പമില്ല. സോറി, ഗോബി വലിയ കുഴപ്പമില്ല കഴിച്ചിട്ട്. പനീർ കഴിച്ചില്ല. പനീർ കഴിച്ചിട്ട് നോക്കട്ടെ. ഗോബി, ഇത് ഗോബി. ഗൈസ്, എങ്ങനെയുണ്ട്? ഇതാണ് വെസ്റ്റ് ബംഗാൾ ഫേമസ് ഫിഷ് കട്ട്ലറ്റ്. നൈസ്. ഫിഷ് കട്ട്ലറ്റ് ട്രൈ ആക്കി. ഇതാ കണ്ടോ, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. മട്ടൺ ബിരിയാണി, ചിക്കൻ ചിക്കൻ ബിരിയാണി, പ്രോൺസ്. ഈ ഇത് കണ്ടോ, ഭയങ്കര നമ്മുടെ നോർമലി ഭയങ്കര സ്പൈസി പോലെയല്ല, ഒരു അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാം ഏകദേശം കഴിച്ചു. കഴിച്ചിട്ടില്ല, മിഷ്ടി ദോഹി ബാക്കിയുണ്ട്. പിന്നെ മിഷ്ടി ദോഹി എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് പാല് ദോഹി എനിക്ക് പാലധികം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ നീച്ച പക്കട എന്നൊക്കെ ഇവര് പറയുന്നത്.
പക്ഷെ എല്ലാത്തിനും ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാ. കുഴപ്പമില്ല, ഇറ്റ് വാസ് ഗുഡ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഏകദേശം അല്ലേ? അല്ലേ ഗൈസ്? കൊൽക്കത്ത ഫുഡ്, വെസ്റ്റ് ബംഗാൾ ഫുഡ് എങ്ങനെയുണ്ട്? ഞാൻ പറയാം, ബിരിയാണി രണ്ടും കൊള്ളാം. നമ്മൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് രണ്ട് ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് കട്ട്ലറ്റ് വിത്ത് സോസ് ടേസ്റ്റ് ഉണ്ട്. ഇനി അതർ ഒപ്പീനിയൻ ആർജി? കുഴപ്പമില്ല. കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് നമ്മുടെ ഭൂട്ടാനിലേക്കുള്ള ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ്. ഫുഡ് കഴിച്ച് ഏകദേശം വയറൊക്കെ ഫുള്ളായല്ലേ. ഇനി ഭൂട്ടാനിലേക്കുള്ള യാത്ര ചെയ്യാം. മസാല ചായ സൂപ്പറാണ്. ഒന്നും കേൾക്കൂല, വലിയ വണ്ടി പോന്നിട്ട്. മസാല ചായ സൂപ്പർ മസാല ചായ. അങ്ങനെ മസാല ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ജേർണി കണ്ടിന്യൂ ആക്കി. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഭൂട്ടാനെത്തി. നമ്മൾ ഗൈഡ് വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഗൈഡ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ നമ്മളെ ഗൈഡ് നടക്കുന്നുണ്ട്. എൻ്റെ ഗൈഡിനെ കാണിച്ചു കൊടുക്കും. കാണിച്ചുതരാം. കേട്ടാ, ഇത് കണ്ടപാടെ വേന ചോദിച്ചോ കരാട്ടയാണ്. അതാണ് നമ്മുടെ ഗൈഡ്. വളരെ കുറച്ചാണ് നമ്മൾ, പക്ഷെ വിചാരിച്ചത് ഭയങ്കര വലിയ തണുപ്പായിരിക്കും എന്നൊക്കെ ആയിരുന്നു. ഇപ്പം ഭയങ്കര ചിൽ അത്ര സീനൊന്നും ഇല്ല ഗൈസ്. യെസ്, ആർജിതേ നടക്കുന്നു. നമ്മളപ്പം ബാക്കി എത്തിയിട്ട് എന്താന്ന് നോക്കിയിട്ട് പറയാം. യെസ് ഗൈസ്, ഈ മതിലിനപ്പുറം ഭൂട്ടാൻ ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് ഇപ്പം നമ്മൾ ചെക്ക് എന്നൊക്കെ കഴിഞ്ഞു. ഇന്ന് നേരെ നമ്മൾ ഭൂട്ടാൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകും. So welcome to Bhutan. Thank you. So this is for Khadar. Okay. So in our country, we welcome our guests by offering this Khadar. Okay. ഓക്കെ. So welcome to Bhutan. You can just put in your thank you. Welcome to Bhutan. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. ഇനി കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ടൗണൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാം. ടൗണ് ചുമ്മാ കറങ്ങി ജസ്റ്റ് ഒന്ന് റോം അറൗണ്ട് ചെയ്തിട്ട്. ഇവിടുത്തെ വലിയ ടെമ്പറേച്ചർ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു വലിയ വോള് കണ്ടല്ലോ. സോ അവിടെ ആദ്യം നമ്മൾ ഇ വിസയുടെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഗൈഡ് പോയിട്ട് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ ഗൈഡ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പാസ്പോർട്ടിൽ സീലടിച്ച് തരും. പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ഈ ഒരു പെർമിറ്റിൻ്റെ ഒരു പേപ്പറും കൂടി അവർക്ക് കൊടുക്കും. സോ അതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, വോട്ടർ ഐ ഡി ആയിട്ട് വരുന്ന ആൾക്കാർക്ക്. അങ്ങനത്തെ പ്രോസസ്സിന് ശേഷം ഇന്നത്തെ ദിവസം ഫുൾ അതായിരുന്നു. നമ്മൾ ഫുൾ ട്രാവലായിരുന്നു. ഇന്നലെ രാത്രി ഇന്നലെ തുടങ്ങിയതാ. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ എവിടെ എത്തി? ബാഗ്ദോദ്ര എത്തി. അവിടെ നിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് വഴി ഇപ്പോൾ ഇതാ ഭൂട്ടാൻ എത്തി. ഭയങ്കര രസമുണ്ട് അല്ലേ? ഒരു വാൾ അപ്പുറത്തും, അതായത് ഒരു വാളിൻ്റെ അപ്പുറത്ത് ഫുൾ മറ്റേ ഒരു വൃത്തിയില്ല, ഫുള്ള് തിരക്ക്, അങ്ങനെ ഇങ്ങനെ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുൾ ക്ലീൻ, ഭയങ്കര ഡിഫറെൻ്റ്. ഒരു വാളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര രസമുണ്ട് കാണാൻ ടൗണ്. നമ്മൾ രാത്രി എന്തായാലും ഇപ്പോൾ ഇറങ്ങും, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് തിരിച്ചൊന്ന് ഉറങ്ങി. നാളെ രാവിലെ ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാൻ വെച്ച് നോക്കുമ്പോൾ 30 minutes ഭൂട്ടാൻ മുന്നിലാണ്. അപ്പോൾ നമ്മളൊരു 8:30 രാവിലെ എണീക്കണം. 9 മണിക്ക് നമ്മൾ സംഭവം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈഡ്. ഗൈഡിൻ്റെ പേരെന്തായിരുന്നു? അത് വേണമെന്ന് ആളൊന്നുകൂടി നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താ പേര് എന്തോ ഒരു ഇവിടെയുള്ള ഒരു ഗോഡിന്റെ നെയിമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സോ ഫാർ സോ ഗുഡ്. നമുക്ക് നോക്കി നോക്കാം. ഇനി ടൗൺ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിനെ ചെറിയൊരു കുറച്ച് എടുത്തിട്ട് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യെസ്, ഓക്കെ.